KJ ഷൈനെതിരായ സൈബർ ആക്രമണ പരാതിയിൽ രണ്ടാം പ്രതി KM ഷാജഹാന്റെ വീട്ടിലും പോലീസ് പരിശോധന. ഷാജഹാന്റെ ഐഫോൺ കസ്റ്റഡിയിലെടുത്തു. റെയ്ഡിനു ശേഷം CCTVയിലൂടെ നാളെ പ്രതികരിക്കാമെന്ന് ഷാജഹാൻ. മനീഷ് മഹിവാൽ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഷാജഹാന്റെ നിർദ്ദേശമുണ്ടോ? ഗോകുൽ, ഏകദേശം 1.5 മണിക്കൂറോളം വീട്ടിൽ ഉള്ളൂർ ചെറുവേക്കലെ വീട്ടിൽ പരിശോധന നടത്തി അവിടെ നിന്നും ഐഫോൺ പോലീസ് കസ്റ്റഡി എടുത്തു. നാളെ ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ അവിടെയുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ ആദ്യം പോലീസ് സംഘം എത്തിയത് ഇദ്ദേഹം താമസിക്കുന്ന കുടുംബ വീട്ടിലായിരുന്നു. പിന്നീട് ഈ വീഡിയോ ചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ വീട്ടിൽ വെച്ചാണ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നോർത്ത് പറവൂർ CA അടങ്ങുന്ന സംഘം ഇവിടെ വീട്ടിലെത്തി. ഏകദേശം 9 മണിക്ക് എത്തി 1.5 മണിക്കൂറോളം പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് ഐഫോൺ അടക്കം 3 ഫോണുകളാണ് ഈ ഷാജഹാനുള്ളത്. അതിൽ ഈ ഐഫോൺ വഴിയാണ് KJ ഷൈനെതിരായ ഈ പരാതിക്ക് ആധാരമായ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐഫോൺ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. മറ്റ് ലാപ്ടോപ്പ്, മറ്റ് മൊബൈൽ ഫോണൊക്കെ തന്നെ പരിശോധിച്ചെങ്കിലും അത് കസ്റ്റഡി എടുത്തിട്ടില്ല. ഇനി നാളെ ഹാജരാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സോ ഏതെങ്കിലും ഗാഡ്ജറ്റോ കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്താണെങ്കിലും ഈ ഐഫോൺ എടുത്ത കാര്യത്തിൽ നോർത്ത് പറവൂർ CA സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഐഫോൺ എടുത്തു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നിലവിൽ KJ ഷൈൻ്റെ പരാതിയിലാണ് കേസെടുത്തതെങ്കിലും 3 MLA മാരുടെ കൂടി പരാതിയുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളടക്കം ചിലപ്പോൾ KM ഷാജഹാനെതിരെ കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തേക്കാം. നിലവിൽ ഈ കേസിലെ 2ാം പ്രതിയാണ്. നിലവിൽ ഈ വീട്ടിലെത്തി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഉണ്ടായി. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യലിനാണ് നാളെ ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.